നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ മാറ്റ് ഫില്ലിംഗ് പഠിച്ചില്ലേ, സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഒരു ബോക്സിൽ ചെയ്ത് കാണിക്കാം. സ്റ്റിച്ച് എന്താണെന്ന് ആദ്യം കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഒരു ഫിഗറിൽ പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താമ്പൂർ സ്റ്റിച്ച് പോലെ തന്നെ ഇതും ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊണ്ട് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചെയിനാണ് കൊടുക്കേണ്ടത്. നമ്മൾ മാറ്റ് ഫില്ലിംഗ് സ്റ്റിച്ചിൽ പഠിച്ചില്ലേ, അതുപോലുള്ള കുറച്ച് നീളത്തിലുള്ള ചെയിൻ കൊടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് നീളം ആവണ്ട, നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള നീളത്തിന് ചെയിൻ എടുത്താൽ മതി. ഇപ്പോൾ ആ ഒരു ലൈൻ ലാസ്റ്റ് വരെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തില്ലേ, ഇനി തിരിച്ച് ഇതേപോലെ തന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ഫില്ല് ചെയ്യണം. നമ്മൾ മാറ്റ് ഫില്ലിങ്ങിൽ ചെയ്ത പോലെ തന്നെ. റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചെയിനിൽ നിന്നായിരിക്കും റിവേഴ്സ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാറ്റ് ഫില്ലിങ്ങിൽ ഓരോ പാർട്ടായിട്ടായിരുന്നു നമ്മൾ റിവേഴ്സ് പോകുന്നത്. ഇവിടെ ഓരോ ചെയിനായിട്ടാണ് റിവേഴ്സ് പോകുന്നത്. റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലം ഞാനൊന്ന് മാർക്ക് ചെയ്തുകൂടെ കാണിച്ചേക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ ഓരോ ചെയിനും എടുത്തറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമ്മൾ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഓരോ ചെയിൻ്റെയും സെൻറ്ററിലാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ പോയിൻറ്റുകളില്ലേ, ഈ പോയിൻറ്റുകളിലാണ് നമുക്ക് റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ലൈനിൻ്റെ ഓരോ ചെയിൻ്റെയും സെൻറ്ററിലായിട്ടാണ് നമ്മൾ റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ ചെയിനും സ്റ്റിച്ച് ചെയ്യേണ്ടത്. സെക്കൻഡ് ലൈനിൻ്റെ ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമുക്ക് തേർഡ് ലൈൻ റിവേഴ്സ് വരേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്തു, ലോക്ക് സ്റ്റിച്ചും കൊടുത്തു. ഇനി റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യാം. റിവേഴ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് ലൈനിൻ്റെ ഓരോ ചെയിൻ്റെയും മിഡിലായിട്ടാണ് നമുക്ക് തേർഡ് ലൈനിൻ്റെ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും ഒരേപോലെ വരും. ഇങ്ങനെ മാർക്ക് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചത്. നമുക്ക് ആ ഓരോ ചെയിൻ്റെയും മിഡിലിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇവിടെയും ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക, അതിനുശേഷം നമുക്ക് റിവേഴ്സ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇത് ഈസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് മെത്തേഡാണ് കേട്ടോ. മാത്രമല്ല ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൽ നമ്മൾ ഫില്ലിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഫിഗർ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാനിവിടെ ആപ്പിൾ ഷേപ്പാണ് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ സ്റ്റിച്ച് എന്താണെന്ന് കാണിച്ചു തരികയല്ലേ ചെയ്തേ. ഇവിടെ ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം ആ ഒരു ആപ്പിൾ ഷേപ്പിന് ഔട്ട്ലൈൻ കൊടുക്കാം. നമ്മൾ ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്ന കളർ തന്നെ ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഫിഗറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ പാർട്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സെൻറ്ററിലൂടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം, താഴെ വരെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇനി താഴെ ലാസ്റ്റ് ചെയിൻ കൊടുക്കുമ്പോൾ ആ ഒരു ഔട്ട്ലൈനിന് അകത്തും പുറത്തുമായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ ഞാനൊന്ന് പെൻ കൊണ്ട് മാർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ ഓരോ ചെയിനിൻ്റെ മിഡിലായിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. സൈഡിൽ കർവ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും. സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ കർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ചസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആനിമൽ ഫിഗർ അല്ലെങ്കിൽ ഹ്യൂമൻ ഫിഗർ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്സ്, ഇതൊക്കെ ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. താമ്പൂർ സ്റ്റിച്ചും ഫില്ലിംഗ് സ്റ്റിച്ചാണ്. പക്ഷേ താമ്പൂറിൽ നമ്മൾ ചെറിയ ചെയിനുകളല്ലേ യൂസ് ചെയ്യുന്നത്. ചെറിയ ചെയിനുകളായതുകൊണ്ട് തന്നെ താമ്പൂർ സ്റ്റിച്ചിൽ ഫില്ലിംഗ് ചെയ്യാൻ നമുക്ക് സമയവും കൂടുതലെടുക്കും. അതേസമയം ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൽ നമ്മൾ വലിയ ചെയിനുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫില്ലിംഗ് ചെയ്യാൻ പറ്റും. താമ്പൂർ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളവർക്ക് ഈ ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിന് എപ്പോഴും ഈ ഒരു ഫില്ലിംഗ് ആയിരിക്കും ചെയ്യാൻ എളുപ്പം. താമ്പൂർ സ്റ്റിച്ചും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ ഈ ഒരു കർവ് പാർട്ട് ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ലാസ്റ്റിൽ ചെയിൻ്റെ മിഡിലിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തങ്ങ് ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം എൻഡ് നോട്ടും കൊടുക്കണം. ഇനി അടുത്ത പകുതിയും നമ്മളിപ്പോൾ ഈ ഒരു സൈഡ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ ഓരോ ലൈനും അടുപ്പിച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് അടിയിലെ ക്ലോത്ത് കാണാത്ത രീതിയിൽ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒട്ടും ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്യണം. ഇപ്പോൾ ആ ഒരു ഷേപ്പ് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് ഔട്ട്ലൈൻ കൂടി കൊടുക്കണം. കാരണം സൈഡിലൊക്കെ നമുക്ക്
കറക്റ്റായിട്ട് ആ ഒരു ലൈൻ വന്നിട്ടില്ല, ലോക്ക് സ്റ്റിച്ച് കൊടുത്ത സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ കറക്റ്റായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ കൂടി കൊടുക്കണം. ഔട്ട്ലൈനിന് സെയിം കളർ ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് യൂസ് ചെയ്യാം, ജറി ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലീഫിന് ഞാൻ ഗ്രീൻ കളർ കട്ട് ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ലീഫിന് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഔട്ട്ലൈൻ കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്